ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിത് ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫല്ല, ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഞാൻ അസമയം കോളേജിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത്രയും നേരത്തേക്കുള്ള എൻ്റെ കോളേജിലെ വിശേഷങ്ങൾ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ കോളേജ് ലൈഫ് അന്നല്ല പറയേണ്ടത്. ഈ വീഡിയോൻ്റെ ശരിയായ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കിയ പേര് തന്നെയാണ് മാംഗോ ഡേ, അല്ലെങ്കിൽ മാംഗോ ഡേ. അതുതന്നെ ഇരുന്നോട്ടെ. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും, വൈകിയ വീഡിയോയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച്, ഞാൻ രാവിലെ തല കുളിക്കാറില്ല. ഇനി എൻ്റെ മുടി കണ്ടിട്ട് കുളിച്ചു എന്ന് കള്ളം പറഞ്ഞു എന്നൊന്നും പറയാറില്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ തല കുളിക്കാറില്ല, ഞാൻ വൈകുന്നേരമാണ് തല കുളിക്കരുത്. അപ്പോൾ രാവിലെ എണീറ്റ് പിന്നെ റെഡി ആവുമായിരുന്നു. കുറച്ച് മേക്കപ്പ് എന്ന് വെച്ചാൽ വലിയ മേക്കപ്പ് ഒന്നുമില്ല, കുറച്ചൊരു പൗഡർ ഇടും, ഒരു കണ്ണെഴുതും, പിന്നെ ഐലൈനറും താഴെയും കണ്ണെഴുതും, ഒരു പൊട്ട് തൊടും. ഇതാണ് എൻ്റെ മേക്കപ്പ്. അപ്പോൾ എനിക്കിന്ന് ലാപ്ടോപ്പ് കോളേജിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ലാപ്ടോപ്പിൻ്റെ ബഗർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അമ്മ വന്നു. അമ്മ എനിക്ക് മുടി കെട്ടി തരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇന്ന് എനിക്ക് 4 അമ്മ പിരിച്ചിട്ട് തന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അപ്പുറത്തൊരു ചേച്ചി വന്നിട്ട് അവരോട് ഞാനും അമ്മയൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്നേ. അപ്പോൾ അങ്ങനെ മുടി കെട്ടി ഞാൻ മുടി കെട്ടി നിങ്ങളൊന്ന് കാണിച്ചു തരുമായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഇതാ പിന്നെ മുടിയൊക്കെ കുറച്ച് മുമ്പിലോട്ട് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ മുടി വന്ന് എനിക്ക് കൊള്ളായിന്ന്, പക്ഷെ കൊള്ളായില്ല. അപ്പം അതങ്ങനെ സെറ്റായി. പിന്നെ ഞാൻ ബാഗൊക്കെ എടുത്ത് പിന്നെന്താ ബുക്കും എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട്, വേറെ സെപ്പറേറ്റ് ബാഗ് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാം ഒരേ ഇതിലേക്ക് തന്നെ മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ എൻ്റെ ഫുഡൊക്കെ എടുത്ത് വന്ന് ഫുഡൊക്കെ ബാഗിൽ വെക്കണമല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഉണ്ടായിരുന്നു. അമ്മേനോട് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ലാപ്പും കൂടെ എടുത്ത് ബാഗിലോട്ടൊക്കെ വെക്കാമെന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിങ്ങനെ നിങ്ങളെൻ്റെ ചിരി കാണുന്നില്ലേ, അങ്ങനെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് അതൊക്കെ ബാഗ് അങ്ങനെ മൊത്തത്തിൽ അങ്ങ് സെറ്റാക്കി. പിന്നെ ഇപ്പോൾ ചായ കുടിക്കണമായിരുന്നു. ഇന്ന് അമ്മച്ചേ ദോശയും സാമ്പാറാണ്, പിന്നെ ചായ. അങ്ങനെ ചായ കുടിച്ച് ഞാൻ ഇറങ്ങി. ഞാൻ ഇതേ വണ്ടിയിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ സ്കൂട്ടി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്കൂട്ടി. കഴുകിയിട്ട് കുറച്ചായി, സർവീസിലൊക്കെ കൊടുക്കണം ഇനി, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് കഴുകേണ്ടി വരും. അപ്പം അങ്ങനെ ഞാൻ ഇതേ പോവാൻ റെഡിയായി. ഞാൻ പോവാൻ പോവുകയാണ്. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തിയപ്പോൾ ഭയങ്കര ലേറ്റായേ, അതുകൊണ്ട് നേരത്തെ ക്ലിപ്പൊന്നും എടുത്തില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ പോയി. എന്നിട്ട് അപ്പത്തേനും ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് മിസ്സ് പോയി. പിന്നെ ഉള്ളത് ഞങ്ങൾക്ക് പിന്നെ ക്ലാസ്സൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഉച്ച വരെയുള്ള ബാക്കി 2 പീരീഡും ഫ്രീ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വേറൊരു സെമിനാർ ആയിരുന്നുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. പക്ഷെ നന്നായി, എനിക്ക് അതുകൊണ്ട് മൊത്തത്തിൽ എല്ലാവരെയും കവർ ചെയ്തുകൊണ്ടൊരു വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുകൊണ്ട് വലിയ സന്തോഷം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയാസ് ആർക്കെ ഡയറീസ്. ഇതാണ് റിയ. അപ്പൊ റിയാനെ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് യൂട്യൂബറാണ്. ഗൈസ് നിങ്ങൾ ഓർമ്മിക്കണം, മറ്റേ 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ 106 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ്, 150 ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇത് റിയയുടെ ചാനലിൽ 150 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ 100 ആയല്ലോ, 120 ആയല്ലോ. അപ്പോൾ നമ്മൾ 150 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. എന്നാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഡ്രസ്സ് അടിച്ചിട്ട് കൊടുക്കും ഗൈസ്. അപ്പോൾ അതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഇത് റിയ പറഞ്ഞുതരും. ഹലോ ഗൈസ്, നമുക്ക് ഫ്രീ പീരീഡ് ആയിരുന്നു. 2 പീരീഡ് ക്ലാസ്സിലേനു. അതുകൊണ്ട് ഇത് അനശ്വര, അത് മരിയ. നമ്മൾ മാങ്ങ അറിക്കാൻ പോകുന്ന കോളേജിൽ തന്നെയാണ്. കോളേജിൽ പിന്നെ മറ്റേ അങ്ങോട്ട് മാവിൻ്റെ കുറേ ഇതുണ്ട്. അപ്പോൾ പിള്ളേരിൽ ഇങ്ങനെ കുറേ മാങ്ങനെ മറിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫ്രീ പീരീഡും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇന്നെന്തോ ഭാഗ്യത്തിൽ 2 പീരീഡ് ഇല്ല. അതുകൊണ്ട് ഇത് അവസാനത്തെ പീരീഡാണ്. ബുദ്ധിയെല്ലാം അവസാനം ഉദിക്കും. ഉച്ചക്കത്തെ അവസാനത്തെ പീരീഡാണ്. അപ്പോൾ പിള്ളേരെ വിളിച്ച് അപ്പോൾ നമ്മളും കൂടി പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, നിങ്ങളും വാ, നോക്കണം. ഫൈനലി നമ്മൾ സ്ഥലത്തോടെ എത്തിയിരിക്കുകയാണ്. അതാ ഫിൻസ് ഓടിപ്പോന്നതാ ഗൈസ്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇത് കണ്ടാ ഓടിപ്പോന്ന്? ഇത് സീനന്തര എക്സ്പേർട്ട് കണ്ടത്തിലെല്ലാം കയറ്റി മാങ്ങ ആർക്കും ഇവിടെ കഴിച്ച ആളുള്ളൂ. കാണുന്നില്ല നിങ്ങൾ കോലും പിടിച്ചിട്ട് ഗൈസ്? നിങ്ങൾ കണ്ടോ? കോപ്പറേഷൻ മാങ്ങ കാണിച്ച മാങ്ങ മണപ്പിച്ചിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ.
ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. ഇതാണ് കീർത്തനക്ക് നാണാണ് സാർ. സാറ് ക്ലാസ്സിലെ ഹാങ് ഓവറാ. ഇത് നമ്മള് ഫിൻസ, ഇതാണ് മുഖംപൊത്തി വരുന്ന ഫിൻസ. ഇത് നമ്മളൊരു എക്സ്പ്രഷൻ ഭാവം മാറ്റമില്ലാത്ത ശ്രീഷ്ണ. ഇത് നമ്മുടെ മാങ്ങ സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാൻ ഇനി പോകില്ല. ദിസ് ഈസ് ശ്രീനന്ദന. ഇവിടെ അജന്യ. ദിസ് ഈസ് നീരജ, മാങ്ങ പിടിക്കൽ നീരജ. ദിസ് ഈസ് നമ്മുടെ അനശ്വര. പിന്നെ ആരാടാ? ഇത് നമ്മളെ സാനിയ. ഓടല്ല. ഇത് നമ്മുടെ മരിയ. അതാ വടിയെടുത്ത് പോകുന്നു. ഗൈസ്, നമ്മുടെ നീരജന്റെ കാലില് ഇത് മുള്ളു തറച്ചിട്ടില്ല. സേഫ് ആയിട്ടുള്ള ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ കാണാതിരിക്കരുത്. നമ്മുടെ പിള്ളേർ ഇത് കണ്ടാ? എന്ത് കൊക്കയത്? വെറൈറ്റി കൊക്ക. ഹലോ ഫ്രണ്ട്സ്, കണ്ടോ നമ്മള് മാങ്ങ അടിച്ചു സാർ വീഡിയോ എടുക്കുമ്പോ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അതുകൊണ്ടില്ല നമ്മളെ നീരജ എന്തിനും അടിച്ചു. അപ്പൊ ഞങ്ങൾ മാങ്ങ അടിക്കാൻ ഞങ്ങള് മാങ്ങ അടിച്ചു പൊട്ടിക്കാൻ പോവാണ്. സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന നമ്മളെ സാനിയന്റെ ബുദ്ധിയിലാണ് തെളിഞ്ഞത്. പോസ്റ്റ് കണ്ട പോസ്റ്റ് മേലെ അടിച്ചു പൊട്ടിക്കാൻ. ഓക്കെ, സാനിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ സാനി അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ, ആൾക്കാര് അയിമല അടിച്ചിട്ട് എന്ത് കിട്ടാനാ? നോക്കിക്കോ, ഭാവിയിൽ ഇവിടെ ഒരു താരാവും. ഹലോ ഫൈനലി ഇറ്റ്സ് റെഡി. നമുക്ക് തിന്നാ ഞാൻ തിരിച്ചു കാണിച്ചാ ഉദ്ഘാടനം കഴിച്ച് കാണിച്ചാ. നമുക്കല്ലേ ഇതിന്റെ പൊടിവാരി കട്ടിയിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ മാങ്ങയുടെ എല്ലാം സെറ്റാക്കി. അതിന് ശേഷം പിന്നെ നമുക്കൊരു സെമിനാറായിരുന്നു, അതും അറ്റൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിക്കായിരുന്നേ. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.